Hi friends, Booni Analyticsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിയൻ യൂണിയൻ ആൾ. ഇത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിയൻ ആൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ രണ്ട് ടേബിൾ കണ്ടോ. ഇവിടെ എംപ്ലോയി എന്നുള്ള 2023 ഡീറ്റെയിൽസ് ഉള്ള ടേബിളും അതേപോലെ എംപ്ലോയീസിൻ്റെ 2024 ഡീറ്റെയിൽസ് ഉള്ള ഒരു ടേബിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ടേബിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോളംസ് രണ്ടിലും കോളംസ് സെയിം ആണ്. എംപ്ലോയി കോളംസ് ഏതൊക്കെയുള്ള എംപ്ലോയി ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതേപോലെ സാലറി. അതേപോലെ ഈ 2024 ടേബിൾസിലും സെയിം കോളം ഐഡിയാസ് കോളം നെയിംസ് ആണ് ഉള്ളത്. ഓക്കെ, കോളംസ് സെയിം ആണ്. എംപ്ലോയി ID തന്നെയാണ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതായത് സാലറി. ഇപ്പോൾ യൂണിയൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇത് രണ്ട് വർഷത്തെ ഡീറ്റെയിൽസ് ആണ്. എംപ്ലോയീസിന് 2 വർഷം ഉണ്ടായിരുന്ന ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ നമുക്ക് നമ്മളെ മാനേജർ പറയുകയാണ്, എനിക്ക് ഈ 2 വർഷത്തെ ഡീറ്റെയിൽസിനെയും ഈ ടേബിൾ ഈ 2 വർഷത്തുള്ള ടേബിളിലുള്ള ഇത്ര കോളങ്ങൾ, ഈ 4 കോളങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ഒറ്റ ടേബിളായിട്ട് കിട്ടണം. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ യൂണിയൻ ആൾ എന്നുള്ളത് ഉപയോഗിക്കുക. ഇനി യൂണിയൻ ആൾ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഈ യൂണിയൻ ആളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൽ സെയിം റിപ്പീറ്റേഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെ റിപ്പീറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി യൂണിയൻ മാത്രമാണെങ്കിൽ ആളില്ല, യൂണിയൻ മാത്രമാണെങ്കിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവില്ല. അത് ഓട്ടോമാറ്റിക് എന്തായിക്കോളും, റിപ്പീറ്റേഷൻ ഒഴിവാക്കിക്കോളും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഏതായിരിക്കും? ഇത് രണ്ടും നമ്മൾ യൂണിയൻ ആളിനുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് ഏതായിരിക്കും? ഇങ്ങനെയാണ് ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് എംപ്ലോയി ID 101, 102, അതേപോലെ ഇതിൽ 101, 103, ഇത് രണ്ടും 101, 102, 101, 103 ഇത് അടിയിലേക്ക് ജോയിൻ ചെയ്തിട്ട് വന്ന് ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. മനസ്സിലായില്ലേ? ഔട്ട്പുട്ട്. അപ്പോൾ അതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഇതിൻ്റെ കോഡ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പോൾ നമുക്ക് രണ്ട് എംപ്ലോയി 2023 എന്നുള്ളതിൻ്റെ ഒരു എംപ്ലോയിൻ്റെ ഒരു ടേബിളുണ്ട്, അതേപോലെ തന്നെ 2024 ഒരു എംപ്ലോയി ടേബിളുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ കോഡ് എങ്ങനെ എഴുതലെന്ന് വെച്ചാൽ, ഫസ്റ്റ് സാധാ ഇതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ടേബിളിൻ്റെ കോളങ്ങളൊക്കെ എഴുതാം. ഇവിടെ എംപ്ലോയി ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി, ഈ സെയിം. എന്നിട്ട് ഇത് ഏതിൽ നിന്നാണോ സെലക്ട് ചെയ്യുന്നത് ആ ടേബിളിൽ പേര് എഴുതുക. എംപ്ലോയി ഫ്രം 2023 ഫ്രം അവിടെ. പിന്നെ അതിന് ശേഷം നമ്മളിവിടെ യൂണിയൻ ആൾ എന്നുള്ള കീവേഡ് യൂണിയൻ ആളിനെ എഴുതും. എന്നിട്ട് അതിന് ശേഷം വീണ്ടും അതേപോലെ രണ്ടാമത്തെ ടേബിളിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യുന്നത് എഴുതണം. സെലക്ട് എംപ്ലോയി ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, സാലറി. എന്നിട്ട് ഇത് ഫ്രം എംപ്ലോയീസ് 2024 എന്നുള്ള ടേബിളിൽ നമ്മൾ കൊടുത്ത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നേരത്തെ നമ്മൾ കണ്ട ഈ ഔട്ട്പുട്ട്. ഇതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇതായിരിക്കും ഔട്ട്പുട്ട്. ഇതിൽ നിങ്ങൾ നോക്കൂ, എംപ്ലോയി ID 101, 102 ഉണ്ട്, അതേപോലെ 101, 103 ഉണ്ട്. ഇവിടെ 101, 102 2023 ടേബിളിലും 101, 103 എന്നുള്ളത് 2024 ടേബിളും ഉണ്ടല്ലേ. ഇത് നേരെ ജോയിൻ ചെയ്തിട്ട് എല്ലാ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കിട്ടും. ഇനി ഇൻ കേസ് നമ്മൾ ഒരു ടേബിൾ സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ കോഡൊന്ന്, ഇനി ഇൻ കേസ് നമ്മൾ ഒരു ടേബിൾ സെലക്ട് ചെയ്തപ്പോൾ
ഇവിടെ ഇതിൽ ഫസ്റ്റത്തെ ടേബിളിൽ നമ്മൾ സാലറി കൊടുത്ത്, ഇതിൽ നമ്മൾ സാലറി ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യൂണിയൻ ആൾ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അതാണ് യൂണിയൻ ആളിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സിറ്റുവേഷൻ വരാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിൽ ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ടേബിൾ ഇവിടെ എംപ്ലോയി ഐ ഡി 101 ഉണ്ട്, എംപ്ലോയി ഐ ഡി 101 102. ഇനി ഈ രണ്ടാമത്തെ ടേബിൾ 101 ഉണ്ട് 103 ഉണ്ട്. ഓക്കെ, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്നേതാ? 101 രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ഇതിൽ ഈ റിപ്പീറ്റേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂണിയൻ ആളെന്നുള്ളതിന് പകരം യൂണിയൻ ആളങ്ങ് ഒഴിവാക്കുക, യൂണിയൻ മാത്രം കൊടുത്താൽ മതി. സെയിം കോഡ് ചെയ്താൽ യൂണിയൻ കൊടുത്താൽ ആ റിപ്പീറ്റേഷൻ ഒഴിവായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് യൂണിയൻ ആളും നമുക്ക് പറിക്കാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.